പട്ടിണിയില്ലാത്ത കാലം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് റേഷൻ വിതരണ രംഗത്ത് വൻ വിപ്ലവത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ റേഷൻ വിതരണത്തിലെ ചില മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ലോണുമായി ബന്ധപ്പെട്ട്, അതായത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിൻ്റെ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായി നൽകുന്ന പുതിയ നിയമം നടപ്പിലാക്കുന്നു. SBIയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇ-റുപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ റേഷൻ രംഗത്തെ അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഛത്തീസ്ഗഡ്, പുതുച്ചേരി, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പരീക്ഷണ ഘട്ടത്തിൽ തന്നെ 76,363 വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെ പുതിയ സാങ്കേതിക വിദ്യയുടെ വലിയ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് മോദി സർക്കാർ ഉറപ്പാക്കുന്നു. ഈ ഒരു പുതിയ സംവിധാന പ്രകാരം ഓരോ മാസവും റേഷൻ കാർഡ് ഉടമകളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു പ്രത്യേക വൗച്ചർ എത്തും. കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലോ വൗച്ചറായി ലഭിക്കും. ഈ വൗച്ചർ ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ അത് പണമാക്കി മാറ്റി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ലോൺ ക്ലോസ് ചെയ്ത് തുക വർദ്ധിപ്പിച്ച് നൽകാമെന്നുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുത്ത് സംസ്ഥാനത്ത് വലിയ തട്ടിപ്പ് നടക്കുന്നു. ലോൺ ലഭ്യമാക്കാമെന്നും ഇടപാടുകാരുടെ ബാങ്കുകളിൽ നിലവിൽ ക്ലോസ് ചെയ്ത ലോണുകളുടെ തുക കൂട്ടി നൽകാമെന്നും മറ്റുമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാമെന്നുമായിരുന്നു തട്ടിപ്പു സംഘത്തിന്റെ പരസ്യം. ഇത് വിശ്വസിച്ച് പലരും ഇത്തരത്തിലുള്ള പരസ്യ തന്ത്രങ്ങളിൽ വീണ് പണം നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് 7 സ്റ്റാർ അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിൽ വെച്ച് ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് 52,000 രൂപ കൈപ്പറ്റി. ശേഷം പണം തിരികെ ലഭിക്കാതിരുന്നതോടെയാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചതിക്കുഴികൾ, തട്ടിപ്പ് സംഘങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.